പിടിക്കണ്ട എടുത്തി. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഇരിക്കാൻ എന്തേ? ഒന്നുമില്ല. ഹരിയേട്ടനും എങ്ങനെയായിരുന്നു? ഞാനും മൈനയൊക്കെ എത്ര തല തോർത്തിയാലും ഹരിയേട്ടന് തൃപ്തിയാവില്ല. ഞാൻ ഹരിയേട്ടനാന്ന് കരുതിക്കോ. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തില് നിന്റെ പേരിൽ ഒരു പൂജ കഴിപ്പിച്ചതിന്റെ പ്രസാദ. അതിന് ഏട്ടത്തിയപ്പോഴാ ക്ഷേത്രത്തിൽ പോയത്? നീ ഹരിയേട്ടന്റെ അനിയത്തി തന്നെ. എന്ത് പറഞ്ഞാലും അതിലുണ്ടാവും ഒരു പോലീസ് മുറയിൽ ഒരു ചോദ്യം ചെയ്യല്. ഞാനല്ലപ്പാ നിന്റെ ഹരിയേട്ടന്റെ ക്ഷേത്രത്തിൽ പോയത്. മനസ്സേ, എന്റെ കുഞ്ഞു മരിച്ചിട്ടിപ്പോ ദിവസങ്ങൾ എത്രയല്ലേ ആയുള്ളൂ എടുത്തി. ഒരു മരണം നടന്ന പുലയല്ലേ ക്ഷേത്രത്തിലെ പ്രസാദം തൊടാവോ? പാവ ഹരിയേട്ടൻ ഓർത്തു കാണില്ല. ഗൗരിയെടുത്തി, സത്യം പറയണ എന്നോട്. ഗൗരിയെടുത്തി ഹരിയേട്ടനോട് സംസാരിക്കാറുണ്ടോ ഇപ്പോ? എന്തേ? ഒന്നുമില്ല. എനിക്കിങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഗൗരിയേച്ചിക്ക് ഹരിയേട്ടനെ തിരിച്ചു കിട്ടി അല്ലേ? നന്നായി. ഇന്നും ഏട്ടത്തിക്ക് വേണ്ടി ഒച്ചയെടുത്തവളാ ഞാൻ. ഏട്ടത്തെ നഷ്ടപ്പെടുത്താൻ ഒരുങ്ങിയ ഹരിയേട്ടനെ ശപിച്ചവളാ ഞാൻ. ഇനി ഹരിയേട്ടനെ വിട്ട് എവിടെയും പോവല്ലേ ഏട്ടത്തി. ആ വീട്ടില് ഏട്ടത്തി വേണം. നമുക്ക് ഹരിയേട്ടനെ നമ്മുടെ ആ പഴയ ഏട്ടനാക്കി മാറ്റണം എടുത്തി. എനിക്കറിയാം എന്നെ ഓർത്ത് ഇപ്പൊ ആ മനസ്സേറെ കരയുന്നുണ്ടെന്ന്. കരയല്ല, ഉരുക. സ്വയം ഉരുകി തീരുക മനസ്സേ. എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുത്ത് ഉമിത്തിയിൽ വെന്ത് നേറുക മനസ്സ്. എനിക്കൊന്ന് കാണാൻ വേണ്ടിട്ടാ. ഒന്ന് വരാൻ പറയോ? എന്നോടുള്ള ദേഷ്യം അറിയെങ്കിൽ ഒരു വട്ടം ഒന്ന് കാണാനാ. നീ അറിയാതെ നിന്നെ ഒരുപാട് വട്ടം കണ്ടു കഴിഞ്ഞു ഹരിയേട്ടൻ. ഈ വാതിലിനും അപ്പുറം നിനക്കൊരു കാവലാളായി ഹരിയേട്ടനുണ്ട് എപ്പോഴും. നമ്മളാ ഹരിയേട്ടനെ കാണാതെ പോകുന്നത്. നമ്മളാ ആ സ്നേഹം അറിയാതെ പോകുന്നത്. പൊരുത്തപ്പെട്ട് തുടങ്ങിയോ ഗൗരിയെടുത്ത ഈ സാഹചര്യങ്ങളെ? എത്ര മറക്കാൻ ശ്രമിച്ചാലും കയ്പ് തികട്ടി വരും പോലെ വരിക ആ പേര് മൈന. അങ്ങനെ ഒരു പേര് നമ്മുടെ ജീവിതത്തിന്റെ നടുവിൽ ഒരു വിഷസർപ്പമായി നിൽക്കുമ്പോ എങ്ങനെ? ആരൊക്കെ കീഴടക്കി കൊടുത്താലും ആരൊക്കെ പൊരുത്തപ്പെട്ടാലും മാനസ പൊറുക്കില്ലേട്ടത്തി. മൈനയുടെ ഉള്ളില് ഹരിയേട്ടന്റെ കുഞ്ഞു വളരുന്നത് സത്യമാണെങ്കിൽ ഈ ജന്മത്ത് എന്തൊക്കെ നഷ്ടം ഉണ്ടായാലും ശരി മാനസ പൊറുക്കില്ല ഹരിയേട്ടനോട്. കാണണമെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ പറയാ ഞാൻ. എന്റെ ഹരിയേട്ടനെ എനിക്ക് കാണണ്ട, കാണണ്ട. മനസ്സേ, ദുഷ്ടന ഹരിയേട്ടൻ. നമ്മളെയൊക്കെ ചതിച്ച മഹാപാപി അയാള്. മതി. ഗോപുമോളുടെ വിശേഷം വല്ല അറിഞ്ഞു അംബികെ? കഴിഞ്ഞ ദിവസം രാത്രിയിൽ വിളിച്ചിരുന്നു. മോക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അവള് അമ്മ എന്നോട് സംസാരിച്ചത്. ഓരോന്നോരോന്ന് ഓർത്ത് അവള് പറയുന്നത് കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയമ്മേ. ഈശ്വര കാത്തോളണേ.
ആരുടെ കാര്യം അമ്മേ? അമ്മ ആരുടെ കാര്യം പറഞ്ഞേ? എന്തോന്ന്? അല്ല, ഈശ്വര കാത്തോളണേന്ന് പറഞ്ഞില്ലേ? എന്തിനാ? ഈശ്വരനെ ഫോണിൽ വിളിച്ചു മുടക്കാനോ? ഈശ്വരന് ഫോണോ? ഈ അമ്മയുടെ ഒരു തമാശ. എങ്ങനെയാ ഈ പ്രായത്തിൽ ഇത്ര ഹ്യൂമർ സെൻസ് ഉണ്ടാവണേ? എനിക്ക് ചുറ്റിനും തമാശകളല്ലേ കുഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാ ഞാൻ അങ്ങനെ ആകാതിരിക്കുന്നത്? കോമഡി മാത്രം അല്ലല്ലോ ഇവിടെ ഉണ്ടാവുന്നേ, വേറെ ചിലതും ഉണ്ടല്ലോ. അമ്മ അത് കാണാറില്ലേ? ചില മിണ്ടാപ്പൂച്ചകളുടെ കണ്ണടച്ചുള്ള പാല് കുടിക്കല്. എന്തോന്ന് എന്താടി? അല്ല, ഈ മിണ്ടാപ്പൂച്ചകള് കണ്ണടച്ച് പാല് കുടിക്കുന്നതേ. അസമയത്തും ആളില്ലാത്തപ്പോഴും ഒരു ബൈക്ക് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടെന്നാ ആളുകൾ പറയുന്നത്. ആ ബൈക്കിൽ വരുന്നവൻ ആരെ കാണാനാണ് ആവോ ഇവിടെ ഇങ്ങനെ വന്നു അത് പോകുന്നത്? ആളുകളോടൊന്ന് ചോദിച്ചുകൂടായിരുന്നോ? എന്തിനാ വല്ലവരോടും ചോദിക്കണേ? എല്ലാം അറിയേ അനുഭവിക്കുകയും ചെയ്യണ ഒരാളുണ്ടല്ലോ ഇവിടെ, അയാളോട് ചോദിച്ചാ പോരെ? പാവം വേണു, എല്ലാം കൺമുന്നിൽ കണ്ടിട്ടും ഒന്നും പ്രതികരിക്കാനാവാതെ സഹിക്കയല്ലേ. ഹാ, എനിക്കത് ഓർക്കുമ്പോഴാ എങ്ങനെ എന്റെ ഈശ്വര ഇങ്ങനെയൊക്കെ കഴിയണേ. ഛോ. നിനക്ക് എന്തൊക്കെയാ അറിയേണ്ടത്? നീ എന്തിനാ എന്റെ നേർക്ക് ചാടുന്നേ? ഞാൻ നിന്നെ പറഞ്ഞോ? അമ്മ ഇത് കണ്ടോ? ഒരാളെ കുത്തി തോന്നിയാസം പറയുമ്പോ അത് ആരോടാണെന്ന് പറയാനുള്ള തന്റെ ഇടം കാണിക്കണം, അല്ലെങ്കിൽ അപവാദം പറയാൻ നിൽക്കരുത്. എന്ത് പറ്റി സീതാലക്ഷ്മി മാഡത്തിന്റെ മോൾക്ക്? തന്റെ ഇടം ചോർന്നു പോയോ? തന്റെ ഇടം പോയിട്ടൊന്നുമില്ല. ആളുകളുടെ പേര് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂന്ന് ശാഠ്യം പിടിച്ചാ കുറച്ച് കഷ്ടാണേ. എടി പെണ്ണെ, നിനക്കിപ്പോ എന്താ വേണ്ടത്? കഴിക്കാനുള്ളതെല്ലാം വെച്ചുണ്ടാക്കി അവിടെ മേശപ്പുറത്ത് കൊണ്ട് വെച്ച് തരാം. അപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയാ മതി. ചുണ്ടി ചായം തേച്ച് വഴക്കുണ്ടാക്കാൻ നടക്കുന്നു. നീ നിന്റെ കാര്യം നോക്കി അവിടെ എങ്ങാനും പോയി ഇരിക്കു പെണ്ണെ. നീ ഇതെന്തോന്ന് കാണാൻ നിൽക്കുക? എടുത്ത പണി തീർക്ക് പെണ്ണെ. ഇവിടെ വേറെ ജോലിക്കാരൊന്നുമില്ല, തമ്പുരോട്ടിമാരല്ലേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും പറഞ്ഞതാ ഇപ്പൊ കുറ്റം? ഇവൾക്കൊക്കെ ഇവിടെ എന്തും കാണിച്ചു കൂട്ടാലോ. ഞാൻ ഇവിടെ വലിഞ്ഞു കയറി വന്നതൊന്നും അല്ല. താലി കെട്ടിയില്ലെങ്കിലും വേണു കൈ പിടിച്ചു കൊണ്ടുവന്നത് തന്നെയാ എന്നെയും. വേണുവിന്റെ കുഞ്ഞ എന്റെ വയറ്റിലും കിടക്കുന്നത്, അതാരും മറക്കരുത്. ഇവിടെ താലി മാഹാത്മ്യം പറയുന്ന പതിവ്രതമാരുണ്ടല്ലോ, വേണുവിന് വേണ്ടി ത്യാഗം ചെയ്തു എന്ന് അവകാശം സ്ഥാപിക്കുന്നവര്. കഴിഞ്ഞ ദിവസം കണ്ടല്ലോ പതിവ്രതമാരുടെ ത്യാഗം. കണ്ണുകൊണ്ട് കണ്ടാലും വിശ്വസിക്കില്ല എന്ന് ഇവിടെ ഉള്ളവര് വാശി പിടിച്ച പിന്നെന്ത് ചെയ്യും? എല്ലാത്തിനും കൂട്ടു നിൽക്കാനും കള്ളക്കണ്ണീര് കണ്ട മനസ്സലിയാനും ആളുള്ളപ്പോ ചിലർക്കൊക്കെ എന്ത് ചെയ്താലും ആരെയും പേടിക്കണ്ടല്ലോ. ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കാനാണോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്? ആർക്കും വന്ന് കൊട്ടാവുന്ന ചെണ്ടയല്ല നീ. ഒരു വാക്ക് പറഞ്ഞ 10 വാക്ക് തിരിച്ചു പറഞ്ഞോണം, അല്ലെങ്കിൽ കർണമ്പോളൊക്കെ ഒരു അടി കൊടുക്കണം. അതാ വേണ്ടത്. അയ്യോ, ഗീതുമോള് പേടിക്കണ്ട. മോളെ അടിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പൊതുവായിട്ടൊരു കാര്യം പറഞ്ഞതാ. അമ്പിയെ, നീ വേണുവിന്റെ അടുത്തേക്കല്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനും ഗീതുമോളും കൂടെ ചെയ്തോളാം, അല്ലേ മോളെ? ദാ ഈ കത്തി പിടിക്ക. അമ്മേ, ഞാൻ ഗീതു, നീ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ നാടകം കളിച്ചാലും ഒരു പെണ്ണിന്റെ കണ്ണിലേക്ക് നോക്കിയാ അവളുടെ കരൾ അറിയൂ അമ്മ. ആ പോയത് അംബിക, എന്റെ മകന്റെ ഭാര്യ. നീ നേരത്തെ പറഞ്ഞതുപോലെ ഭർത്താവിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായിട്ടുള്ള യഥാർത്ഥ ഭാര്യ അംബിക ഈ കുടുംബത്തിന്റെ ഭാഗ്യ. അതല്ലെന്ന് വരുത്തുവാൻ നിന്റെയും നിന്റെ അമ്മയുടെയും കുരുട്ടുബുദ്ധി പോരാതെ വരും. മോള് പൊയ്ക്കോ. ഈ അടുക്കള ജോലി ഒന്ന് ശീലിക്കാതെ വളർന്നതല്ലേ. കാശ് കൊടുത്ത് പത്രം വായിച്ചിട്ട് ഒരു കാര്യവുമില്ല.
ഏയ്, ആ ബൈക്ക് അവിടെ വയ്ക്കരുത്, അങ്ങോട്ട് മാറ്റി വെച്ചേ. എന്തായാലും വെച്ച് പോയില്ലേ, ഇനിയിപ്പോ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. എങ്ങനെ അങ്ങനെ അവിടെ ഒരുപാട് നേരം ഒന്നും വെക്കണ്ട. ഇവിടെ എന്ന് പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് വേഗം സ്ഥലം വിട്ടോ. അതെന്തൊരു മര്യാദയാങ്കിളെ. ആ അതെ, എനിക്ക് അല്പം മര്യാദ കുറവാ. അതെ, പതുക്കെ പറ. അങ്കിളിന് മര്യാദ തൊട്ട് തീണ്ടിയിട്ടില്ലാന്ന് നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ, വെറുതെ നാട്ടുകാരെ അറിയിക്കുന്നതിനാ. അങ്കിളിനെ തേച്ച് വടി ഒപ്പിച്ച കുപ്പായവും വെണ്ണ തേച്ച പോലുള്ള ഈ ശരീരവും കണ്ട് ചിലരെങ്കിലും അങ്കിൾ ഒരു മര്യാദക്കാരനാണ് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടെങ്കിലോ അത് കളയിക്കണോ? വേണ്ടല്ലോ. ആ അവിടെ വന്ന് നീ എന്റെ ശരീര സൗന്ദര്യം വർണ്ണിച്ച് എന്നെ അങ്ങ് സൂചിപ്പിച്ചോണ്ട് നീ എങ്ങോട്ടാണ് കയറി പോണേ? എനിക്ക് വേണ്ടപ്പെട്ട 2 പേരുണ്ട് ഈ വീട്ടിൽ, എന്റെ അംബികയും അവളുടെ ഭർത്താവും. ഞാൻ അവരെ ഒന്ന് കാണാൻ വന്നത്. അയ്യടാ, പെങ്ങളെ കാണാൻ വന്നിരിക്കുന്നു ഒരു നാട്ടിലുള്ള ആങ്ങള. നോക്ക്, ഞാൻ അന്നേ പറഞ്ഞതാ നിന്നോട് അങ്ങനെ ഒരു അധികാരവും വെച്ചോണ്ട് ഈ പടി ചവിട്ടരുതെന്ന്. നീ വെറുതെ അലമ്പുണ്ടാക്കുന്നു. പോയേ പോയേ പോയേ. എന്തായാലും ഞാനിവിടെ വരെ വന്നു പോയില്ലെങ്കിലേ, ഇനി ഞാൻ അവരെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. കാണലൊക്കെ നീ കണ്ടോ? അത് അമ്പികയെ വിളിച്ചിറക്കി പുറത്തു വെച്ച് കണ്ടാ മതി. ഇതിനകത്തേക്ക് കയറിയിട്ട് വേണ്ട. പെങ്ങളാണ് അത്രേ പെങ്ങള്. ആങ്ങളെയും പെങ്ങളെയും കണ്ട് കൊതിമാറി സങ്കടവും പരാതിയും പറഞ്ഞു കഴിയുമ്പോ ആ വഴിക്ക് കൊണ്ടുപോയിക്കോളണം നിന്റെ പെങ്ങളെ. ഞാൻ പറയുമ്പോ ആർക്കും എന്നെ കണ്ടുകൂടാ. എന്താ കാരണം? ആരായാലും ശരി, ഞാൻ ഉള്ള കാര്യം മുഖത്ത് നോക്കി എന്ന് പറയും. എന്നിട്ട് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായില്ലേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അയ്യടാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞിട്ട് വന്നതല്ലേ? ഇത് നല്ല തമാശ. അല്ലേലും ഈ മുറ്റത്തൊരു പ്ലാവളെ അനങ്ങിയാൽ നിന്നെ വിളിച്ച് പറയുന്നതാണല്ലോ നിന്റെ പെങ്ങള്. സാരമില്ല മോനെ, ഞാൻ പറഞ്ഞു തരാം. അതെ, സത്യവതിയായ നിന്റെ പെങ്ങളുടെ മുറിയിൽ നിന്ന് പട്ട പകല് ഞങ്ങൾ ഒരുത്തനെ കയ്യോടെ പിടികൂടി. കണ്ടിട്ട് ഇത്തിരി പഴയ ബന്ധമാണെന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ പിന്നെ പാവപ്പെട്ട വേണുവിന്റെ മുമ്പിൽ വെച്ച് തന്നെ, അതും പട്ടാ പകലേ. ഒരുപാട് വട്ടം ഓങ്ങി വെച്ചിട്ട് വെറുതെ വിട്ടതാ നിന്നെ ഞാൻ. ഇനിയും താൻ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ. തൊട്ടുപോകരുത് തന്നെ. നിന്റെ പെങ്ങളുണ്ടാക്കി വെച്ച മാനക്കിടന്ന് നാറ്റം കഴുകാൻ 7 ഗംഗയിൽ കുളിക്കാനിരിക്കടാ ഈ കുടുംബത്തിൽ അന്തസ്സുള്ളവര്. അതിനിടയിൽ നീ നിന്റെ പ്രായത്തിന്റെ തിളപ്പ് എന്റെ നെഞ്ചിലോട്ട് എടുക്കാനുണ്ടല്ലോ. നീ അത്രയ്ക്ക് ക്യാമനാണെങ്കിൽ വിളിച്ച് ചോദിക്കടാ നിന്റെ പെങ്ങളോട്. ആ അത് വേണ്ട, അത് വേണ്ട. ആങ്ങളുടെയും പെങ്ങളുടെയും ചീഞ്ഞ മാറാപ്പഴിക്കലും മുറുക്കലും ഈ പടിക്ക് പുറത്ത്. അകത്തേക്ക് നീ കയറണ്ട. ഒരിക്കൽ നിന്റെ പെങ്ങൾ അംബികയെ ഇതുപോലെ അകത്തേക്ക് കയറ്റിയതിന്റെയാ ഞങ്ങളിപ്പോ അനുഭവിക്കുന്നേ. മുറ്റത്ത് നിന്നാ മതി. പെങ്ങളെ നീ ഇങ്ങോട്ട് വിളിച്ചോ, എന്നിട്ട് വന്ന വണ്ടിക്ക് അവളെയും കൂട്ടി തിരിച്ചു വിട്ടോ. നീ കുടുംബത്തിൽ പിറക്കാത്തവന്റെയൊക്കെ ഗതി ഇങ്ങനെയൊക്കെ തന്നെയാടാ. നോക്കി പേടിപ്പിക്കാതെ പോടാ. എന്തു പറഞ്ഞാലും എത്രയൊക്കെ വേദനിപ്പിച്ചാലും ഉള്ളിൽ കരഞ്ഞുകൊണ്ട് തല താഴ്ത്തി പിന്തിരിയുന്ന പഴയ സിദ്ധാർത്ഥനല്ല ഞാൻ. ഗതിമുട്ടി നിൽക്കുന്നവനാ. ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയില്ല. ഈ പിശാചിനുണ്ടായവൻ എന്നെ കൊല്ലുമെന്നാ തോന്നുന്നേ. ഓ, എന്തൊരു വേദന എന്റെ അമ്മേ. ആ ഏട്ടാ, ഏട്ടാ, മാനസിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്ന് വന്ന് കാണണമെന്നുണ്ട് എനിക്ക് അവളെ. പക്ഷേ എങ്ങനെയേട്ടാ എനിക്കിവിടുന്ന്? സാരമില്ല. എന്താ ഏട്ടന്റെ മുഖം വല്ലാതിരിക്കുന്നെ? എന്താ ഏട്ടാ? ഏയ് ഒന്നുമില്ല. നിങ്ങളെ വെറുതെ ഒന്ന് കാണാമെന്നതാ. വേണുവിന്റെ അച്ഛനാ എന്നെ ഇറയത്ത് സ്വീകരിച്ചത്. അംബികെ, നിന്റെ ഭാഗത്തുനിന്ന് അരുതാത്തെന്തോ സംഭവിച്ചു എന്ന് വെച്ചാ അദ്ദേഹം എന്നോട് സംസാരിച്ചത്. വേണു, വേറെ ആരോടും ചോദിച്ചറിയണ്ട എനിക്കിവിടെ മനസ്സിലാക്കാൻ. അംബിക ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്കറിയാം. ഇപ്പോ വേണുവിനും അംബികയെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇറയത്ത്
വേണുവിന്റെ അച്ഛൻ ഇവളെ കുറിച്ച് ഓരോന്ന് പറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ചോദിക്കാം, എന്താ ഇവിടെ സംഭവിച്ചത്? പറാമ്പികെ, എന്താ ഇവിടെ നടന്നത്? ഏട്ടാ, അത് മാറി നിക്കടി അങ്ങോട്ട്. ഇത് മറ്റവനല്ലേ? എടാ നീ ഇവിടെ എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ജീവിതത്തില് അഭിനയിച്ച് ശീലിക്കാത്തവരാ ഞങ്ങള്. കള്ളത്തരം കാണിച്ച് ആരുടെയും ഒന്നും തട്ടിപ്പറിച്ചിട്ടില്ല നാളിതുവരെ. അർഹിക്കുന്ന സ്നേഹം പോലും ചോദിച്ചു വാങ്ങാൻ അറിയാത്തവരാ ഞാനും ദാ എൻ്റെ കൂടപ്പിറപ്പും. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്നവരൊക്കെ ഞങ്ങൾക്ക് വലുതാ. തോറ്റു തന്നിട്ടേ ഉള്ളൂ എന്നും അത് ഞങ്ങളുടെ ബലഹീനതയായിട്ട് കാണരുത് ആരും. ഇവരുടെ കണ്ണീര് കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഒരു കാര്യം ഓർത്തോ, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവനാണ് ഞാൻ. ശേഷിക്കുന്ന ഈ ജീവൻ നൽകിയാൽ എൻ്റെ അംബികയ്ക്കൊരു സ്വസ്ഥതയുള്ള ജീവിതം കിട്ടുമെങ്കിൽ എന്തിനും തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. വേണുവിനോട് ഒരിക്കൽ ഞാൻ ചെയ്തതൊരു അബദ്ധമാണെങ്കിൽ ഇനി ഞാൻ അറിഞ്ഞുകൊണ്ട് അബദ്ധം ചെയ്യും. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. അംബിക ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷിക്കാൻ അവകാശമുള്ളവരുണ്ട് ഇവിടെ. പക്ഷേ ചെയ്യാത്ത തെറ്റിന്റെ പഴിചാരി ഇവളെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വേണ്ട. നിർത്തടാ. എന്റെ കുടുംബത്തിൽ വലിഞ്ഞേറി വന്നതും പോരാ, തെറ്റും ശരിയും പഠിപ്പിക്കാൻ വരുന്നോ? ഇവിടത്തെ തെറ്റും ശരിയും വേർതിരിക്കാൻ നീ വരണ്ട. എനിക്കതിനുള്ള കഴിവുണ്ട്. പെങ്ങളെ കാണാൻ വന്നാൽ കണ്ടിട്ട് അങ്ങ് പൊയ്ക്കോളണം.
ഇനിയിപ്പോ ആങ്ങളയ്ക്ക് പെങ്ങളെ കണ്ട് കൊതി മാറിയിട്ടില്ലെങ്കിൽ അവിടെയും കൊണ്ടൊക്കെ പൊയ്ക്കോടാ. ഇവിടെ ആർക്കും ഒരു പരാതിയില്ല. പിന്നെ അത് നിങ്ങൾ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അംബിക എവിടേക്കും പോകുന്നില്ല. നിർത്തണേ, ഇടയ്ക്കേറി പറയുന്നോ? കയറി പൊടിയകത്ത്. ഈ കുടുംബത്തിന് പിടക്കോഴി കൂവണ്ട. ഇവിടെ പോലൊരു പെൺകുട്ടിയല്ല ഈ മോള്. ഇട്ട് മൂടാനുള്ള സ്വത്തിനിടയിൽ വളർന്ന കൊച്ച. ഇന്ന് വരെ ഒരു പേരുദോഷം കേൾപ്പിച്ചിട്ടുണ്ടോ? അതാ വളർത്തു ഗുണം. ഇതിപ്പോ അങ്ങനെ വല്ലതും ആണോ? കഞ്ഞിവെള്ളം കുടിച്ച് വളർന്നവർക്ക് 4 നേരം പുത്തരിച്ചോറ് കിട്ടിയപ്പോഴും അതിന്റെ നകളിപ്പ് കണ്ടവന്മാരൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റി. നിങ്ങൾ വെറുതെ തോന്നിയാസം വിളിച്ച് പറയരുത്. തോന്നിയാസോ? നീയും കണ്ണുകൊണ്ട് കണ്ടതല്ലേടി? എന്ത് കണ്ടുവെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഞാനിത് അതുകൂടി പറയണോടി? ഞാൻ ഇറങ്ങാൻ വേണം. അതാ നല്ലത്. ഞാൻ ഇറങ്ങാങ്ങളെ. എന്നോട് ചോദിച്ചിട്ടല്ലോ വന്ന നീ? ആരും ആരുടെ അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ ഈ ഭൂമിയിലേക്ക് വന്നത്. പോകുന്നതും അങ്ങനെ തന്നെ. പക്ഷേ ചിലരെ നിർബന്ധിച്ച് പലരും മുകളിലേക്ക് വിട്ടിട്ടുണ്ട്. അങ്കിളിന് പോവാൻ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞേക്കാം, വേണോ?